ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ട സമയമായി. ആൻഡ് രാവിലെ എഴുന്നേറ്റ് ബാൽക്കണിയിൽ ഇറങ്ങിയപ്പോഴേലും അമ്മയും അമ്മായിമാരൊക്കെ കൂടിയിട്ട് ഈ ഒരു പ്ലേ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ആൻഡ് റൂം ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഞാനിപ്പോൾ കാണിച്ചിട്ടാം. ഇതാണ് നല്ല വലിയ ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബെഡ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. ഒരു 1 BHK ഫ്ലാറ്റ് എങ്ങനെ ഇരിക്കും ആ ഒരു പരുവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡൈനിങ് റൂം ഉണ്ട്, ഡൈനിങ് റൂം അല്ല ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ഹാള് ആൻഡ് ബാൽക്കണി ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നില എഴുന്നേൽക്കുന്നതിനേക്കാളും മുൻപ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ എങ്കിൽ അവൾ അപ്പോഴേലും എഴുന്നേറ്റിട്ടുണ്ടായി. അവിടെ ഇരിക്കുന്ന ഗ്യാപ്പിൽ ബ്രഷൊക്കെ തേച്ച് ഞാൻ ഇതേപോലെ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായി. ഈ ഔട്ട്ഫിറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. രണ്ടും സെപ്പറേറ്റ് ആണ്. ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. എന്തായാലും വ്യൂ പ്രോഡക്റ്റിൽ, അതായത് പ്രോഡക്റ്റ് ഞാൻ അവിടെ ടാഗ് ചെയ്തേക്കാം. നില എഴുന്നേറ്റ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നിലയ്ക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി എടുത്തു. ബിക്കോസ് അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശ. അവൾക്ക് അങ്ങനെ കുറച്ചൊക്കെ കൊടുത്ത ശേഷം ഞാൻ എൻ്റെ ഫുഡ് എടുക്കാൻ വേണ്ടി വന്നു. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അത്യാവശ്യം കുറച്ച് ഐറ്റംസ്, ഞാൻ കഴിക്കാത്ത ഐറ്റംസ് ഒക്കെ കുറച്ച് എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 1-2 ബേക്കറി ഐറ്റംസ് പോലത്തെ ഐറ്റംസ് എനിക്ക് മെയിനായിട്ട് ഭയങ്കര സ്വീറ്റ് ഐറ്റംസ് ഇഷ്ടമാണ്. അതൊക്കെയായിരുന്നു എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 11 o'clock ഒക്കെ ആയപ്പോഴെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായി.